നിങ്ങൾക്കും അവരെ പോലെ അനുഗ്രഹിക്കപ്പെടാം. അസാധാരണമായി ഉയർച്ചകൾ പ്രാപിക്കാം. ചിലരുടെ ജീവിത രീതികളും ജീവിത നിലവാരങ്ങളും ഉയർച്ചകളും നമ്മുടെ കണ്ണിലുടക്കും. അത് നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ തൊടും. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളെയും അത് തട്ടി ഉണർത്തും. എനിക്കും അതുപോലെ ആകണം, എനിക്കും അത് നേടണമെന്ന് അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങളങ്ങനെ ആരുടെയെങ്കിലും ജീവിത നിലവാരമോ ശുശ്രൂഷയോ ഉയർച്ചയോ കഴിവുകളെയോ കണ്ട് കൊതിച്ചിട്ടുണ്ടെങ്കിൽ അതിനും അപ്പുറത്തേക്ക് യേശു നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. എന്നെ കൊണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞ പരിധികൾക്കപ്പുറത്തേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അത്ഭുതം കാണാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ലോകമെന്നും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ, എന്നോടുള്ള ദൈവത്തിൻ്റെ പ്രവചന ശബ്ദം എന്തെന്ന് കേൾക്കുവാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സർവോന്നതമായ മഹാനാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ആരെയൊക്കെയോ പോലെ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടാനും ആരൊക്കെയോ ഉയർച്ച പ്രാപിച്ചതുപോലെ എനിക്കും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നിരന്തരം കർത്താവിൻ്റെ ഉയർച്ചയുടെ കരങ്ങളാൽ എന്നെ തൊടണമേ എന്നിങ്ങനെ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കരം അത്ഭുതകരമാവണ്ണം വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി, നിന്റെ കാത്തിരിപ്പിന് വിരാമമായി, നീ കൊതിച്ച ആ നിലവാരങ്ങളിലേക്ക് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ സമയമായിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി സംസാരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, അനുദിനമുള്ളതായ ജീവിതയാത്രയിൽ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന നിരവധിയായ കാഴ്ചകളുണ്ട്. ആ യാത്രയിൽ നമ്മളുടെ ചെറിയ പരിമിതികളെ പൊളിച്ചെഴുതാൻ നമ്മളെ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന പലരുടെയും പ്രചോദനകരമായിരിക്കുന്ന, ഉത്സാഹഭരിതമായിരിക്കുന്ന രീതികളും ഉയർച്ചകളും വിജയങ്ങളുമൊക്കെ ആയിരിക്കും. പലപ്പോഴും സ്വന്തമായി എനിക്കില്ല എന്ന് പറയുന്നത് മറ്റൊരാൾ നേടുന്നത് കാണുമ്പോഴാണ് എനിക്കും എന്തുകൊണ്ട് പരിശ്രമിച്ചു കൂടാ എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ ഉടലെടുക്കുന്നത്. സത്യത്തിൽ അങ്ങനെയുള്ളതായ ഒരു ചിന്തയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ദൈവമാണ്. കാരണം പുരോഗമനപരമായ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നത് ദൈവത്തോട് കൂടെ നിൽക്കുമ്പോഴാണ്. എന്നാൽ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളിൽ തളച്ചിടപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉയരാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ പോകും. അവൻ കാണുന്നതിനെല്ലാം പരാതി പറയും, കാണുന്നതിലെല്ലാം പരിതാപകരമായ രീതിയിൽ ഇടപെടും. എല്ലാറ്റിലും ഒരു നിരാശയും ഒരു ക്ഷീണവുമായിരിക്കും അങ്ങനെയുള്ള മനുഷ്യരെ ആകമാനം ഭരിക്കുക. എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എനിക്കുയരാൻ പറ്റും, എൻ്റെ ജീവിതം മാറി മറിയും, ദൈവം എന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കുമെന്നുള്ള നിലയിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ തൊട്ടു മുമ്പിൽ ആസന്നമായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ അവസരത്തെ പ്രാപിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന മിടുമിടുക്കന്മാർക്ക് വേണ്ടി കർത്താവ് ആ സന്തോഷവുമായി കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു. ആർക്കും തിരുത്താനാകാത്ത നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു വലിയ സ്റ്റോറിയെ പരിശുദ്ധാത്മാവ് പുതിയൊരു സീനിലേക്ക് മാറ്റി എഴുതാൻ പോകുകയാണ്. ഇന്ന് വരെ നിങ്ങൾ കാണാത്തതായി നിങ്ങൾ മാറാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്നായി നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടാൻ പോകുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളായിരിക്കുമെന്ന് ഞാൻ ആധികാരികമായി തന്നെ പറയട്ടെ. നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റിക്കും നിങ്ങളുടെ സാധ്യതകൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ അതിശയകരമായ പദ്ധതികളാൽ, വഴികളാൽ നിങ്ങളുടെ ജീവിതം സമ്പന്നമാകാനും സന്തോഷകരമാകാനും പോകുകയാണ്. ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം ചില മനുഷ്യരെ തൊടുമ്പോൾ അവരുടെ ശുശ്രൂഷകൾ തന്നെ മാറി മറിയും. അവർ സാധാരണ നിലവാരത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയെ കൈകാര്യം ചെയ്യുന്ന അത്ഭുത ദൈവ മനുഷ്യന്മാരായി സമൂഹത്തിന് നടുവിൽ അറിയപ്പെടും. സ്നേഹം നിറഞ്ഞവരെ, അത്തരത്തിലുള്ളൊരു ദൈവസ്പർശനത്തിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? എങ്കിൽ അതിൻ്റെ സമയമായിട്ടുണ്ട്. നിങ്ങളെ ഇനിയും പഴയപടി കാണാൻ അധിക സമയം കിട്ടത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ ഫ്രെയിമിനകത്തേക്ക് നിങ്ങൾക്ക് കയറാനുള്ള നേരമായിട്ടുണ്ട്. മുട്ടത്തോടിനകത്ത് എത്ര കാലം, അതിനെ പൊളിക്കാനുള്ള നേരമായി. ഇനി വിശാലമായ ചിറകടികളുടെയും ശബ്ദമുയർത്തലിൻ്റെയും ചലനങ്ങളുടെയും കാലഘട്ടമാണ്. ഒതുങ്ങിക്കൂടിയിരിക്കുന്ന നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായൊരു വിശാലത ഒരുക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് ഉയരണമെന്നുള്ളതായ ആഗ്രഹം ഉരുത്തിരിയുന്നത് നമുക്ക് മുമ്പേ നിൽക്കുന്ന ചിലരെയൊക്കെ കാണുമ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞു. ചില മനുഷ്യർക്ക് തങ്ങളെക്കാൾ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ എനിക്കതുപോലെ ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിലയിൽ ഒരു അസൂയ ഉണ്ടാകും.
ആ അസൂയാൽ അവരവരെ തകർക്കാനും ഇകഴ്ത്തിപ്പറയാനും അപഹേളിക്കാനും പറ്റുന്ന എല്ലാ നീചമായ അവസരങ്ങളെയും വഴികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ വേറെ ചില മനുഷ്യരുണ്ട്, തങ്ങൾക്ക് മുമ്പേ അനുഗ്രഹീതരായവരെ കാണുമ്പോൾ കർത്താവേ, എനിക്കും അതുപോലെ ആയിത്തീരാൻ ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിതത്തിലും അങ്ങയുടെ ഇത്തരത്തിലുള്ള രൂപാന്തരീകരണത്തിൻ്റെയും ഉയർച്ചയുടെയും വഴികളെയും സാധ്യതകളെയും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അവരെക്കാളും അധികമായി ഉയർത്താൻ ശേഷിയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വയം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അസൂയയാൽ പൊരുതുന്ന സ്വയം നശിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലല്ല, അവർ വേറിട്ടൊരു വഴിയിൽ ദൈവമുമ്പാകെ നിൽക്കുന്നവരായിരിക്കും. അവരെ ഉയർത്തുക എന്നത് ദൈവത്തിൻ്റെ ഒരു അജണ്ടയായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില നിരാശകളുടെയും സങ്കടങ്ങളുടെയും നിന്ദകളുടെയും മുൻപിൽ സ്വയം അങ്ങ് ചെറുതായി പോയെന്ന് പറഞ്ഞ് പദം പറഞ്ഞ് കരയാൻ നിൽക്കാതെ കർത്താവിനെ ഉയർത്താൻ പോവുകയാണ്. ആ നിന്ദകളൊക്കെ അവർ മാറ്റിപ്പറയും, ആ അപമാനകരമായ സാഹചര്യങ്ങളൊക്കെ അവർക്ക് തിരുത്തി പറയേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു ശക്തമായ ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാവോ. ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. യേശു നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോവുകയാണ്. ദൈവ പൈതലേ, നീ ഒരു അത്ഭുതമാകാൻ പോവുകയാണ്. നിന്റെ ജീവിത കഥ കേൾക്കുന്നവർക്ക് പ്രചോദനമുണ്ടാകുമാറ് ദൈവം നിന്റെ ലൈഫിൽ ആയിരം അത്ഭുതങ്ങളുടെ ഏടുകളെ തുറക്കാൻ പോവാണ്. യേശു നിങ്ങളുടെ ജീവിതം ഇതുവരെ കാത്തൊരുക്കി വെച്ചിരുന്നത് ഇത്രമേൽ വിപുലീകരിക്കപ്പെട്ട അനുഗ്രഹങ്ങളുടെ ഒരു വലിയ സന്നാഹവുമായിട്ടായിരുന്നുവെന്നത് വെളിപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അതിലേക്ക് പ്രവേശിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരെ പോലെ എനിക്കുമായി തീരണമെന്ന് നിങ്ങൾ കൊതിക്കുന്ന ചിലരേക്കാൾ മുൻപിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്. ശുശ്രൂഷയിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന ചിലരുടെ മുൻപിൽ ദൈവം നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി മാനിക്കാൻ പോകുകയാണ്. ഞാൻ എൻ്റെ സെമിനാരി പഠന കാലഘട്ടത്തിൽ വേദപഠനത്തിനായി തയ്യാറാകുന്ന സമയത്ത് ആ വേദപാഠശാലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ പ്രചുലമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കർത്താവ് ഇങ്ങനെ നല്ല ഉശ്ശിരക്കുട്ടന്മാരായി പണിതെടുത്തുകൊണ്ടിരിക്കുന്ന കുറേ നല്ല ശ്രേഷ്ഠന്മാരായ ദൈവമനുഷ്യന്മാർ ഞങ്ങളുടെ സീനിയേഴ്സായിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു പയ്യനായി അവിടേക്ക് കടന്നു ചെല്ലുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായ ദൈവവചനം കൈകാര്യം ചെയ്യുകയും അതിശക്തമായ ഭാഷാശൈലിയിൽ മനോഹരമായ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന അവർ ഒരു വെല്ലുവിളിയായി മാറുകയായിരുന്നു. മത്സരിക്കാനോ അസൂയപ്പെടാനോ അല്ല അവിടെ തയ്യാറായത്. പകരം അവരോട് ചേർന്ന് സംസാരിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളെങ്ങനെ ആയിത്തീർന്നത്, അവർ അപ്പോൾ ഹൃദയം തുറന്ന് സംസാരിച്ചു. മോനെ, നിനക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നീ ഇന്ന രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഒരു ജ്യേഷ്ഠതുല്യമായ സ്നേഹത്തോടുകൂടെ നമുക്ക് മുമ്പേ നിന്ന് അവരെ നോക്കി, കർത്താവെ എന്നെയും ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. ശരിക്കും പറഞ്ഞാൽ നന്നായി പരിശ്രമിക്കുവാൻ ആരംഭിച്ചു. ഒരു 2-3 മാസം കഴിയുന്നതിന് മുന്നവേ ആ ഒരു നിലവാരത്തിലേക്ക് ദൈവം എന്നെ ഉയർത്തി. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ എൻ്റെ ശുശ്രൂഷ എന്നും എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അത് ഓരോ ദിവസം ചെല്ലും തോറും അതിന് മൂർച്ച കൂടണമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വ്രതമായിരുന്നു. എൻ്റെ അഭിഷേകം ഓരോ ദിനം കടന്നു ചെല്ലും തോറും അത് ജ്വലിക്കുന്നതായിരിക്കണമെന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ചുട്ടുപഴുത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് മാറണമെന്നുള്ളത് അന്നും ഇന്നും എൻ്റെ മുമ്പിലെ ഏറ്റവും തീവ്രമായ ഒരാഗ്രഹമാണ്. അതിൽ വിട്ടുവീഴ്ച പാലിക്കാൻ, അതിൽ വെള്ളം ചേർക്കാൻ നമ്മൾ തയ്യാറല്ല. ഏറ്റവും ശ്രേയസ്സുള്ളതായി മാറുക, ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ജ്വലിപ്പിക്കുന്നതിൻ്റെ അനുസരിച്ച് അത് വിപുലീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് ഒതുങ്ങിപ്പോകും. പൗലോസ് തീമോത്തിയോട് പറഞ്ഞു, നീ ജ്വലിപ്പിക്കാൻ തയ്യാറാകണം. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ. ദൈവത്തിൻ്റെ കൃപാവരമായി ദൈവം നമ്മളിൽ പലതും പകർന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഗിഫ്റ്റുകളുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്, നല്ല ബിസിനസ് ഐഡിയാസ് ഉണ്ട്, പല സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതിൻ്റെ മുൻപിൽ എനിക്കൊന്നുമില്ലല്ലോ എന്നുള്ള നിലയിൽ മാറി നിൽക്കരുത്. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി ഒരു അത്ഭുതമാണ്. ദൈവം നിങ്ങളെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്. അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫിൽ ഓരോ എപ്പിസോഡിൻ്റെ പുറകിലും ഒരു മിറക്കിൾ ഉണ്ടായിരിക്കും. നിങ്ങൾ നേടുന്ന ഓരോ നേട്ടത്തിൻ്റെ തൊട്ടിപ്പുറത്തും നിങ്ങൾക്കൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയാനുണ്ടായിരിക്കും. അതെ, ദൈവം അത് അങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പണമുള്ളത് കൊണ്ടല്ല നിങ്ങൾ ഈ ദിനങ്ങളിൽ ഉയരാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഉയരും, നിങ്ങളുടെ കയ്യിൽ ധനം വരും. നിങ്ങളുടെ പദ്ധതികൾ പൂവണിയാൻ പോകുന്നത് ഒരു അതിശയത്തിൻ്റെ വഴിയിലൂടെയാണ്. നിങ്ങൾ ഇറങ്ങും, അത് നടക്കും. നടന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയും, എങ്ങനെ നടന്നു എന്ന് എനിക്കറിയില്ല, ദൈവം അങ്ങ് ഇറങ്ങി നിന്ന് നടത്തുകയായിരുന്നു.
കർത്താവിൻ്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങനൊരു സാക്ഷ്യം പറയാനുള്ള കൊതി നിനക്കില്ലേ? ഉണ്ടെങ്കിൽ നീ മടിച്ചിരിക്കരുത്, നീ രംഗത്തിറങ്ങണം. കാരണം ഇന്നത്തെ പ്രവചന ദൂത് അത്രത്തോളം ശക്തിമത്തായി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന തൻ്റെ ഇമ്പസ്വരമാണ്. എന്നോട് യേശു വളരെ ആധികാരികമായി പറയുന്നുണ്ട്, അനേക പ്രിയപ്പെട്ട മക്കൾ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തെ വിശ്വസിക്കുമെന്ന്, അവർ മുന്നിട്ടിറങ്ങുമെന്ന്, അവർ വെക്കുന്ന ഓരോ ചുവടിലും ഞാൻ അവരുടെ മുഖം ആദരിക്കുമെന്ന് കർത്താവ് ശക്തമായി തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾക്കിന്ന് പകൽ നിങ്ങളുടെ കൈകളിൽ ഇല്ലാത്തതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ തേടി അലയുന്നതെല്ലാം നിങ്ങളുടെ കണ്ണിൽ ഉടക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കാൻ പോകുകയാണ്. നമ്മളുടെ മുൻപിൽ ദൈവം ചില സാഹചര്യങ്ങളെ സംവിധാനം ചെയ്യുമ്പോൾ നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന, വളരണമെന്ന് ആഗ്രഹിക്കുന്ന, എനിക്കും അവരോളമാകണം, അത് ചിലരുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളായിരിക്കും. കർത്താവേ, ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ വീട് മാറി എനിക്ക് അതുപോലൊരു വീട് തരണമേ, എനിക്ക് അവർ ജീവിക്കുന്ന പോലുള്ള സാഹചര്യത്തിലേക്ക് എന്നെയും കൂടി എത്തിക്കണമേ. ദൈവമേ, അവർ ചെയ്യുന്ന പോലെ എൻ്റെ ബിസിനസ് എനിക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുള്ള കൃപ തരണമേ. കർത്താവേ, അവരൊക്കെ ശുശ്രൂഷിക്കുന്നത് പോലെ എനിക്കും ഒന്ന് ശുശ്രൂഷിക്കാൻ ഒരു അവസരം തരണമേ. ഇങ്ങനെയുള്ളൊരു കൊതി നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങൾ മാനിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് അവരെ ദൈവം നിങ്ങളുടെ മുൻപിൽ എത്തിച്ചതെന്ന് പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുവാനുള്ള താല്പര്യം, ആ താല്പര്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾക്കൊരു റോൾ മോഡലിനെ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതുപോലെ ആയിത്തീരൂ എന്നുള്ള നിലയിൽ ദൈവം ഒരു മാതൃക നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ പാകത്തിൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ മനസ്സുടക്കുന്ന നിലയിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സ്വാധീനിക്കുന്ന നിലയിൽ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ. അത് വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, ശുശ്രൂഷകൾ, സ്ഥാപനങ്ങൾ, നിലവാരങ്ങൾ, ഇങ്ങനെ പലതുമാകാം. നിങ്ങളായിരിക്കുന്ന പ്രൊഫഷനിൽ ദൈവം നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഈ ദിനങ്ങളിൽ നിർത്തിയിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്കുള്ളതായ ഒരു തുറുപ്പ് ചീട്ടാണ് എന്ന് പറഞ്ഞാൽ, അതുപോലെ ദൈവം നിന്നെ ആക്കാൻ പോകുന്നു എന്നതിൻ്റെ ശക്തമായ പ്രഖ്യാപനമാണ് നീ കാണുന്നത്. ഒരുക്കങ്ങൾ ആരംഭിച്ചുകൊള്ളുക, ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ കൂടെ ഈ ഉദാഹരണം പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. കുറച്ച് മുട്ടകൾ, ആ മുട്ടകളുടെ മുൻപിൽ ഒരു ദിവസം ദൈവം ഒരു തള്ളപ്പക്ഷിയെ കൊണ്ടുവന്ന് നിർത്തി. ആ മുട്ടകൾ അന്നേരം പറഞ്ഞു, അയ്യോ, ഈ പക്ഷി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ കുറച്ച് ദിവസങ്ങൾ ആ തങ്ങളുടെ മുൻപിൽ വന്നു നിന്ന ആ വലിയ പക്ഷിയുമായി ഈ ചെറു മുട്ടകൾ ഒന്ന് മിങ്കിൾ ചെയ്തപ്പോൾ അവരുടെ അകത്തുള്ളത് വിരിഞ്ഞു പുറത്തു വന്നു. ചെറിയ തോതിൽ പുറത്തു വന്നത് കുറച്ച് ദിനങ്ങൾ കൊണ്ട് വലുതാകാൻ തുടങ്ങി. അടച്ചൂട് നൽകിയ ആ തള്ളപ്പക്ഷിയേക്കാൾ മികച്ച നിലയിൽ ആ മുട്ടത്തോടുകൾക്കുള്ളിലിരുന്ന ജീവനുകൾ പ്രാപിച്ച് പുറത്തു വന്ന ചെറിയ ജീവികൾ പ്രബുദ്ധരായി അവർ കരുത്തരായി പുറത്തേക്ക് പറന്നുയരാൻ ശക്തി പ്രാപിച്ചു. ഇതുപോലെയാണ് നമ്മുടെ മുൻപിൽ ദൈവം ചില വ്യക്തികളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവരുടെ രീതികൾ, അവരുടെ ഇടപെടുന്ന ശൈലികൾ, അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധങ്ങൾ, അവർ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ഇതെല്ലാം ദൈവം നമ്മളെ കാണാൻ അനുവദിക്കുന്നു. എന്തുകൊണ്ട്? അടുത്ത ഊഴം നിൻ്റേതാണ്. അതുകൊണ്ടാണ്. ഇന്ന് എൻ്റെ കയ്യിലില്ല, അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ പേരിൽ അസൂയപ്പെടാനല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം ഒരു ഊഴം തരികയാണ്. എന്തെന്നാൽ അടുത്ത നിമിഷത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന അവസരം ദൈവം നിനക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ദൂത് എത്ര പേർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? അതേ ദൈവദാസനെ, ഇപ്പോഴത്തെ എൻ്റെ ശൂന്യതകളുടെ നടുവിൽ എൻ്റെ മുൻപിൽ ചിലരെ ദൈവം നിറച്ചു നിർത്തിയിരിക്കുന്നതിനൊരു കാരണമുണ്ട്. അടുത്തതായി ദൈവം എന്നെ മാനിപ്പാൻ പോകുന്നു. അടുത്ത അവസരം എൻ്റേതാണ്. യോശുവ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മുൻപിൽ ഒരു മോശയുണ്ടായിരുന്നു. ഏലീശ എന്ന് പറയുന്ന യൗവനക്കാരന് മുമ്പിൽ ഏലിയാവ് എന്ന് പറയുന്നൊരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. തിമോത്തി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ സെയിൻറ്റ് പോൾ എന്ന കരുത്തനായ ദൈവ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം അടുത്ത ചാൻസ് പരിശുദ്ധാത്മാവ് കാത്തുവെച്ചത് ഒന്നുമല്ലാതായിരുന്ന ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയായിരുന്നു. ദൈവം അവരെ വലുതാക്കി. നമ്മളും വലുതാകും. നമ്മുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന വലിയവരെ ദൈവം എന്തിനും നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു? അവരോട് അസൂയപ്പെട്ട് പല്ല് കടിക്കാനല്ല,
അവരെ കണ്ട് ദൈവത്തെ സ്തുതിക്കാനും സ്വന്തം ജീവിതത്തെ അതിനനുസൃതമായി ഡിസൈൻ ചെയ്യാനുമാണ്. നിങ്ങളെക്കാൾ പ്രതിഭയുള്ള, നിങ്ങളെക്കാൾ കരുത്തുള്ള, നിങ്ങളെക്കാൾ ശുശ്രൂഷയുള്ള, നിങ്ങളെക്കാൾ പ്രാർത്ഥനാ ജീവിതമുള്ള, നിങ്ങളെക്കാൾ പണം വിനിയോഗിക്കാൻ അറിയാവുന്ന, നിങ്ങളെക്കാൾ സമ്പത്തുള്ള, നിങ്ങളെക്കാൾ അറിവുള്ള ഒരാളെ ദൈവം നിങ്ങളുടെ മുമ്പിൽ നിർത്തുമ്പോൾ ആ വ്യക്തിയെ എന്തിനു നിർത്തിയിരിക്കുന്നു? നിങ്ങളുടെ കുറവ് വെളിപ്പെടുത്താനല്ല, നിങ്ങളുടെ നിറവിന് വേണ്ടതായ സന്നാഹങ്ങൾ ഒരുക്കാനാണ് ദൈവം അങ്ങനെ ഒരാളെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നത്. ഈ അവസരം ഫലപ്രദമായി വിനിയോഗിക്കുന്ന ഭാഗ്യവാന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വീഴ്ത്തിക്കളഞ്ഞ, ചെറിയ ലോകം മാത്രം കാണിച്ചു തന്നിട്ട് നീ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ സാത്താന്യ വഞ്ചനയായ അസൂയയിൽ നിന്നും പുറത്തു വരാൻ ദൈവം നിന്നെ മിഴി തുറന്ന് സഹായിക്കുന്ന ഒരു സുവർണ നിമിഷമാണ്. നിങ്ങൾക്കിപ്പോൾ ആരോട് അസൂയ തോന്നുന്നോ ആ വ്യക്തി നിങ്ങളെക്കാൾ ഉന്നതരാണ്. അതാണ് അതിൻ്റെ കാരണം. അവർക്ക് നിങ്ങളെക്കാൾ മീതെ എത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു സങ്കടമാണ് നിങ്ങളുടെ ഉള്ളിലെ അസൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരാളോട് അസൂയ തോന്നുമ്പോൾ അറിയണം ആ വ്യക്തി നമ്മളെക്കാൾ ഉന്നതത്തിലാണ് നിൽക്കുന്നത്. ഉടനെ തന്നെ സ്വന്തം മനസ്സിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് പറയണം, ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയെപ്പോലെ ഒരു അവസരം അങ്ങയിൽ നിന്നും ആഗ്രഹിക്കുന്നു. അവരെ ഉയർത്തിയതുപോലെ എന്നെയും ഉയർത്തണമേ. എനിക്കിപ്പോൾ അതിനുള്ള പ്രാപ്തിയില്ല, പക്ഷെ അങ്ങേക്ക് അത് തരാനുള്ള കഴിവുണ്ട്. എന്നെ ആ നിലയിലാക്കി തീർക്കണമേ. ഇത് നാം കർത്താവിനോട് പറയുമ്പോൾ അടുത്ത സുവർണാവസരം നമുക്കായി വരികയാണ്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അടുത്ത അവസരം നിങ്ങളുടേതാണ്. ദൈവം എന്തിനവരെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നു? അവരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ലൈഫിൽ ഒരുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ്. അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠമായി നമ്മളെ ആക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ദൈവം ഉന്നതരായിരിക്കുന്ന, നമ്മളെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്നവരെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ തോറ്റുപോയെടുത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയാണ് തിളക്കമാർന്ന വിജയം പ്രാപിച്ച ചിലരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ തോതിൽ ഉയരാൻ വേണ്ടിയാണ് എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാതെ നിൽക്കുന്ന നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചിലരെ ദൈവം ഈ ദിനങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അവർ നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കണം, അവരോട് ഇടപെടണം, അവരെ പരിചയപ്പെടണം, അവരോട് ഹൃദയം തുറക്കണം, അവരോട് ചോദിക്കണം. ബൈബിൾ പറയുന്നു, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. നിങ്ങളെക്കാൾ മികച്ച നിലയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ, അവരോട് സംസാരിക്കാൻ ഒട്ടും തന്നെ നേരം കളയരുത്. നിങ്ങളുടെ അവസരത്തെ തക്കത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളണം. ബൈബിൾ പറയുന്നു, ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഓപ്പർച്യൂണിറ്റികൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ തരുന്നു, അതിനെ വേണ്ടവണ്ണം എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുക. ഇന്ന് വളരെ ഉയർച്ച പ്രാപിച്ചിരിക്കുന്ന, വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ചിലരോട് ചോദിക്കുക. അവർ നിങ്ങളോട് പറയും, പണ്ട് ഞങ്ങൾ അന്ന് ഇത്രയൊന്നും ഉയർന്നിട്ടില്ല, അന്ന് ഞങ്ങൾ ഇത്രയൊന്നും എത്തിയിട്ടില്ല, അന്ന് ഞങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടിലൂടെ പോവുകയായിരുന്നു. പക്ഷേ അന്ന് വളരെ ഉയരങ്ങളിൽ നിന്ന ചില മനുഷ്യരെ ഞങ്ങൾ റോൾ മോഡലായി കണ്ടിരുന്നു. അവരെപ്പോലെ ആകാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങളത് പഠിച്ചു, ഞങ്ങളത് പ്രാക്ടിക്കലാക്കി, ആപ്ലിക്കബിളാക്കി. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഒരു ഉയർച്ച നേടാൻ അത് ഞങ്ങളെ സഹായിച്ചു. അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇന്ന് ഉയർന്നു നിൽക്കുന്ന, നല്ല ഉയർന്നിരിക്കുന്ന സകലരുടെയും പുറകിൽ ഇങ്ങനത്തെ ഒരു ടെസ്റ്റിമണി ഉണ്ട്. അത് ഏത് മേഖലയിലുമായിക്കൊള്ളട്ടെ, അവർക്ക് പറയാനുണ്ടെന്നുള്ളതാണ് സത്യം. കുറച്ച് നാളുകൾക്ക് പുറകിൽ എന്നോട് സംസാരിച്ച കേരളത്തിലെ പ്രശസ്തമായ ഒരു സഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ സഭയിൽ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന വേളയിൽ ആ ദൈവദാസനും അദ്ദേഹത്തിൻ്റെ വൈഫും ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് അവരൊരു കാര്യം പറഞ്ഞു. കുറേ നാളുകൾക്ക് പുറകിൽ ഞങ്ങളുടെ മീറ്റിങ്ങിൽ കേവലം 30, 40, 50, 60, 70 പേരൊക്കെയായിരുന്നു കൂടുന്നത്. അന്നങ്ങനെ ഞങ്ങൾ കൂടുന്ന സമയത്തും ശുശ്രൂഷ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ പലയിടങ്ങളിൽ ഇങ്ങനെ ശുശ്രൂഷകൾക്കായി ക്ഷണിക്കപ്പെടുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി. പ്രശസ്തമായൊരു ദൈവസഭയെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ 4000 വിശ്വാസികൾ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ തിരിച്ചു വന്നു. എന്തൊരത്ഭുതമെന്ന് ഞങ്ങൾ വന്ന വഴിക്കെല്ലാം പറഞ്ഞു. പിന്നീട് മറ്റൊരവസരത്തിൽ ഞങ്ങൾ അവിടേക്ക് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ടു. അപ്പോഴവിടെ ചെന്നപ്പോൾ അവിടെ 7000 പേരുണ്ട്. ആ കാഴ്ചയും ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തോട് വിട പറയാൻ പോവുകയാണ്. എന്നിട്ട് അതുപോലെ ഒന്ന് നമുക്കും നേടണം. അതിന് വേണ്ടതെല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്,
ഞങ്ങൾക്കും വേണം. പക്ഷെ അതിനുള്ളതായ സന്നാഹങ്ങളോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾക്കറിയില്ല. നീ ഞങ്ങളെ പഠിപ്പിക്കണം. എന്നോട് ആ ദേവദാസൻ പറഞ്ഞത്, പിന്നീട് എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഒരു മിറക്കിളായിരുന്നു. എൻ്റെ ശുശ്രൂഷ വഴിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ദൈവം നിർത്തിയൊരു ദൈവ മനുഷ്യനോട് പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ നമ്മൾ നിസ്സഹായരായി നിൽക്കുമ്പോൾ അപാര ശേഷിയുള്ള മനുഷ്യരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ദൈവം നമ്മളെ കാണിച്ചു തരും. അത് കണ്ട് പഠിക്കണം, ആഗ്രഹിക്കണം. എലീശ ആഗ്രഹിച്ചു, എനിക്കെൻ്റെ ഗുരുനാഥൻ്റെ ഇരട്ടിയെങ്കിലും കിട്ടണമെന്നുള്ളത്. ജീസസ് ശിഷ്യന്മാർ ആഗ്രഹിച്ചു. യേശുവിനോട് അവർ പറഞ്ഞു, യേശുവപ്പ അങ്ങ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. കാരണം അവർ യേശുവിനെ പോലെ ആകാൻ അവർ കണ്ടെത്തിയ ഏറ്റവും സിമ്പിൾ മെത്തേഡ് യേശുവിനെ പോലെ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ പ്രയർ ലൈഫായിരുന്നു അവരെ അട്രാക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ യേശുവിനോട് പറഞ്ഞത്, അങ്ങ് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ അങ്ങും ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. നിനക്ക് എന്തായിത്തീരാൻ ആഗ്രഹമുണ്ടോ അതിലേക്ക് നിന്നെ എത്തിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്കെച്ചും പ്ലാനും ഉണ്ട്. അത് കണ്ടെത്തണം. അതിന് നിന്നെ പ്രാപ്തനാക്കി തീർക്കത്തക്ക നിലയിൽ ഗൈഡ് ചെയ്യാൻ, മോൾഡ് ചെയ്തെടുക്കാൻ ദൈവം ചില ജീവിതങ്ങളെ സന്നാഹപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കരങ്ങളിൽ തന്നെ കൃത്യമായി ചെന്നെത്തണം. നീ നിൽക്കുന്ന സ്ഥാനം നിനക്ക് വളരാൻ പറ്റുന്നില്ലേ, നീ അവിടുന്ന് വേഗം മാറുക. ദൈവം നിന്നെ ഉയർത്തുവാൻ വേറൊരു സ്ഥാനം വെച്ചിട്ടുണ്ട്. അവിടേക്ക് നീ കാലെടുത്ത് ധൈര്യത്തോടെ വെക്കുക. മുടിഞ്ഞു പോകാൻ തക്കവണ്ണം നിന്നു കൊടുക്കരുത്. മുരഞ്ഞു പോകാൻ തക്കവണ്ണം നിന്നെ തന്നെ ഏൽപ്പിക്കരുത്. അടിമത്തങ്ങളോട് വിട പറയാനുള്ള ആർജവത്വം കാണിക്കുക. എന്നിട്ട് നീ കാണുന്ന സ്വപ്നതുല്യമായ ജീവിതത്തെ നേടാൻ തക്കവണ്ണം ഒരു യാത്രയ്ക്ക് തയ്യാറാവുക. ദൈവം നിന്നെ ആദരിക്കും. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ രണ്ടാമത്തെ വാക്ക്, ദൈവം നിനക്ക് വേണ്ടി ചില ഗോഡ് ഫാദേഴ്സിനെ ഒരുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കലാരംഗത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണോ? നിങ്ങളെ കലാരംഗത്തെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കാൻ, പ്രശസ്തിയുടെ പരകോടിയിലേക്ക് നിങ്ങളെ ഉയർത്താൻ, ഈ മേഖലയിൽ നിങ്ങളുടെ അതുല്യമായ കഴിവുകളെ, പ്രതിഭയെ മാലോകർക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന നിലയിൽ നിങ്ങളെ കൈപിടിച്ച് കയറ്റിവിടാൻ ദൈവം ചിലരെ നിങ്ങളുടെ മുമ്പിൽ നിർത്താൻ പോകുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ അതിൻ്റെ ആ ഒരു ചെറിയ തോതിൽ മാത്രം നിൽക്കുന്ന ആ ഒരു സ്മോൾ സ്കെയിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിയിട്ട് നമുക്കതിനൊന്ന് വിപുലീകരിക്കണ്ടേ? നമുക്കതിനെ ഒരു ബഹുവിശാലതയിലേക്ക് എത്തിക്കണ്ടേ? പുതിയ ചില ഔട്ട്ലെറ്റുകൾ നമുക്ക് തുടങ്ങണ്ടേ? ചെറിയൊരു നിലയിൽ മാത്രം നിന്ന് എങ്ങനെയെങ്കിലും തട്ടിമുട്ടിപ്പോയാൽ മതിയോ? പോരാ. അതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ദൈവം നമുക്ക് അവസരവുമായി നമ്മളെ വളർത്താൻ തക്കവണ്ണം നമ്മുടെ മുമ്പിൽ ചിലരെ കൊണ്ടുവന്ന് നിർത്താൻ പോകുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ദൈവം നിങ്ങൾക്ക് ഗോഡ് ഫാദേഴ്സിനെ തരും. ആ വ്യക്തിയാണ് ഞങ്ങൾ ഉയർത്തിയതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിലയിൽ ദൈവത്തിൻ്റെ കൈയായി ചില വ്യക്തികൾ വരും. മോസസ് എന്ന് പറയുന്ന പൈതലിൻ്റെ ജീവിതത്തിൽ 3-ാം മാസം താൻ തൻ്റെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാളാണ്, നിർബന്ധപൂർവം. എന്നാൽ ആ ഒഴിവാക്കപ്പെടുന്ന സമയത്ത് മോസസ് എന്ന് പറയുന്ന ആ കൊച്ചു കുഞ്ഞിനെ വലിച്ചെടുത്ത് വളർത്തി വലുതാക്കാൻ ദൈവം ഒരു കൊട്ടാരത്തിലുള്ള ഫറവോൻ്റെ പുത്രിയെ തന്നെ നിയോഗിച്ചു. നിങ്ങൾക്കൊരിക്കലും ചെന്ന് പിടിക്കാൻ പറ്റാത്ത കരം നിങ്ങളെ വന്ന് പിടിക്കുന്ന നിലയിൽ ദൈവം ചില പ്ലാനുകളെ, പദ്ധതികളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെളിപ്പെടുത്താൻ പോകുകയാണ്. ഏറ്റവും ശക്തിമത്തായ സമ്പന്നമായ ചില കൈകൾ, അതോറിറ്റിയുള്ള ചില കൈകൾ, സൊസൈറ്റിയുടെ നടുവിൽ പവറുള്ള ചില കൈകൾ, നിങ്ങളെ വളർത്താൻ അത്തരത്തിലുള്ള കൈകളെ ദൈവം നിങ്ങൾക്ക് തണലായി തരും, താങ്ങായി തരും, തലോടലായി തരും. തിരിച്ചറിവ് പ്രാപിക്കത്തക്ക നിലയിൽ നേരാംവണ്ണം നിങ്ങളെ ശിക്ഷിച്ച് നേരെയാക്കാൻ തക്കവണ്ണം അത്തരത്തിലുള്ള കൈകളെ ദൈവം നിങ്ങളുടെ തലയ്ക്ക് മീതെ നിർത്തും. ആ സമയത്ത് നിന്നുകൊടുത്ത് വളരാൻ തക്കവണ്ണം ഏൽപ്പിക്കണം. നല്ല കർഷകൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു നല്ല വിള പോലെ അങ്ങ് വിളഞ്ഞ് പാകപ്പെട്ട് ഫലം നൽകത്തക്ക നിലയിൽ വളർന്നു വരുമ്പോൾ ഒരു കർഷകൻ എന്തെല്ലാം നുള്ളിക്കളയുമോ, ഒരു പക്ഷേ അത് നിൻ്റെ പച്ചപ്പിനെ തിന്നുകളയും ചില പുഴുക്കടികളായിരിക്കും. അവരതിനെ നുള്ളിയെടുത്ത് ദൂരോട്ട് കളയും. വേറെ ചില സമയത്ത് നിൻ്റെ അനാവശ്യമായ ചില വളർച്ചയുടെ മേഖലകളായിരിക്കും. ആ കൊമ്പുകളെ അവർ അരിഞ്ഞ് ദൂരോട്ട് കളയും. കാരണം ഇതിൽ നീ കയറിയാൽ മതി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തിൻ്റെ ആ വ്യക്തി എന്നെ അങ്ങനെ ചെയ്യുന്നത്? നോ, നിന്നെക്കുറിച്ച് കൃത്യമായൊരു പ്ലാനുണ്ട്. അതിൽ നീ പൊങ്ങി വരണം. ആ നേർരേഖയിൽ നീ വളരുന്നതിന് പകരമായി പലയിടത്തേക്ക് വിപുലീകരിക്കപ്പെട്ടു പോയിട്ട് എങ്ങുമെങ്ങും എത്താത്ത ജീവിതത്തിൽ ആകമാനം പല കാര്യങ്ങളും ബഹളമായി നിന്റെ ലൈഫ് മാറാതിരിക്കാൻ ദൈവം നിന്നെ കൃത്യമായൊരു നിലയിൽ ഈ ദിനങ്ങളിൽ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കൃത്യമായി സ്കെച്ച് ഇട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റുന്ന ആൾക്കാരെ ദൈവം നിന്റെ ലൈഫിൽ കൊണ്ടുതരും.
നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഭയങ്കര അനോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഗോഡ് ഫാദേഴ്സായി ദൈവം തരും. സ്പിരിച്വൽ ഫാദേഴ്സായിട്ട് ദൈവം തരും. അവർ നിങ്ങളെ ആത്മീക പുത്രന്മാരായി അംഗീകരിക്കും, ആത്മീക പുത്രിമാരായി നിങ്ങളെ കൈക്കൊള്ളും. അങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള അനോയിൻറ്റഡ് ആയിട്ടുള്ള നല്ല ദൈവഭൃത്യന്മാരുടെ കീഴിൽ നിങ്ങളുടെ ജീവിതം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മിനിസ്ട്രിയുടെ അടുത്ത കരിയറിനെ അവർക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. തങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ അവർ നിങ്ങളെ കയറ്റിവിടും. അവർക്കുള്ളതായ വലിയ വലിയ മിനിസ്ട്രിയുടെ മേഖലകളിൽ അവർ നിങ്ങൾക്കുള്ളതായ ഓപ്പർച്യൂണിറ്റികൾ തരും. അത്തരത്തിൽ നിങ്ങൾ ഇതുവരെയും ഒറ്റയ്ക്ക് ചെന്ന് പിടിച്ചെടുക്കാൻ പറ്റാത്ത പല മേഖലകളിലേക്ക് വളരാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്പിരിച്വൽ ഫാദേഴ്സിനെ ഒരുക്കിത്തരും. വിശ്വസ്തമായിട്ട് അവിടെ നിൽക്കണം. ആ കൈത്തണലിൽ മര്യാദയ്ക്ക് നിൽക്കണം. അവിടെ നിന്ന് ദൈവം നിനക്ക് നൽകുന്ന നല്ല നിലവാരത്തിലേക്ക് വളർന്ന് പന്തലിച്ച് കർത്താവ് നൽകുന്ന ആ മേഖലയിൽ നീ പേരെടുക്കണം. മിടുക്കിയായി തീരണം. ജീസസ് ക്രൈസ്റ്റ് ദൈവം അത്തരത്തിൽ നിന്നെ മാനിക്കുമ്പോൾ ഇന്ന് നിലവിലുള്ളതിനേക്കാൾ മികച്ച നിലയിലേക്ക് ദൈവം നിങ്ങളെ വളർത്തിയെന്ന് ലോകം പറയും. അത് ഇന്നയിടത്തെ ബ്രീഡാണ്, അത് ആ നിലയിൽ വരും. ഇന്നയാളുടെ ശിക്ഷണത്തിൽ നിന്നൊരു വ്യക്തിയാത് ശരിക്കും അത് ശോഭിക്കാതെ എവിടെ പോകാനാ? ഇന്നയാളല്ലേ പരിശീലിപ്പിച്ച് എങ്ങനെ പേരെടുക്കാതിരിക്കാനാ? ഈ നിലയിൽ അവരുടെ ബന്ധം ആ മേഖലകളിലാണ്. അവർക്ക് അത്രത്തോളം വൈഡ് കോണ്ടാക്ട്സ് ഉണ്ട്. അവർ ആ നിലയിലാണ് നിൽക്കുന്നത്. അവർക്ക് റിസോഴ്സുകളുണ്ടല്ലോ. ഈ നിലയിൽ നിൻ്റെ ലൈഫിനെ മറ്റുള്ളവർ നോക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ അതിനകത്ത് സംതിങ് സ്പെഷ്യലായിട്ടുള്ള ചിലത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന നിലയിൽ ദൈവം നിങ്ങളെ വളർത്തും. ആ വളർച്ചയ്ക്ക് നിങ്ങൾ നിന്നു കൊടുക്കണം. എൻ്റെ ജീവിതത്തിൽ വെറുമൊരു പച്ചവെള്ളമായിരുന്നെന്നെ വീഞ്ഞാക്കാൻ ദൈവം ഉപയോഗിച്ച എല്ലാ നല്ല കൽപാത്രങ്ങളെയും ശുശ്രൂഷകരെയും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുത്തി എൻ്റെ യേശുവിന് ഞാൻ ആരാധന അർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് നിങ്ങളെയും മാനിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് അങ്ങനെയുള്ളതായ കാര്യങ്ങൾ കണ്ടുകിട്ടി തുടങ്ങിയാൽ ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മികച്ച നിലയിൽ ഒരു സാമ്പത്തിക നിലവാരം ഉയർന്നു നിൽക്കുന്ന ഒരാളെ പോലെ ആകാൻ ആ വ്യക്തി ഉപയോഗിക്കുന്ന പ്രീമിയം സെറ്റപ്പിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ, വാഹനങ്ങളാകാം, വസ്ത്രങ്ങളാകാം, പെർഫ്യൂംസ് ആകാം, എക്യുപ്മെൻറ്റ്സ് ആകാം, ടെക്നോളജി ആകാം, ബിസിനസ്സുകളാകാം, അവരുടെ വ്യവഹാര മേഖലകളാകാം, അവരുടെ നോളജുകളാകാം, അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കലാകാം, അവർ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളിങ് സ്കില്ലാകാം, ആ ടെക്നിക്സ് ആകാം, ആ ടാലൻ്റ് ആകാം. നിങ്ങളെ എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത് ആ നിലയിലേക്ക് നിങ്ങളെ ആക്കി തീർക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സന്നാഹങ്ങളെ ഒരുക്കി തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിങ്ങൾ അവരെ പോലെ പെരുമാറി തുടങ്ങണം. അവർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അയ്യോ ഞാനത് ചെയ്താൽ, നോ, നീ അത് ചെയ്യണം. എന്താ തെളിവ്? പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും. എന്തുകൊണ്ടാണ് വലിയൊരു ദൈവമനുഷ്യൻ ഇങ്ങനെ പറയാനുള്ള കാരണം? അദ്ദേഹം പറയണം, ഞാൻ ജീസസിനെയാണ് ഇമിറ്റേറ്റ് ചെയ്തത്, നിങ്ങൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്തു തുടങ്ങുക. പൗലോസിന് തന്നേക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്ന ശിഷ്യന്മാരെ വാർത്തെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു ദൈവിക ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ എന്നേക്കാൾ ശക്തരും എന്നേക്കാൾ മിടുക്കരുമായ ശിഷ്യന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് ഒരു സ്പിരിച്വൽ ഗുരു എന്നുള്ള നിലയിൽ, ഒരു ആത്മീക ഗുരു എന്ന നിലയിൽ എൻ്റെ മികവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ശിഷ്യന്മാർ മിടുക്കരായിത്തീരുന്നതിൽ ശ്രദ്ധ ചെലുത്തും. ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ മിടുക്കരായിത്തീരുന്നതിൽ ഞാൻ ജാഗ്രത പുലർത്തും. നമ്മുടെ ശിക്ഷണത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ മേന്മ, ക്വാളിറ്റി, അതിലെപ്പോഴും എനിക്കൊരു കണ്ണുണ്ടായിരിക്കും. അവരെന്നേക്കാൾ മിടുക്കരായി തീരണം. ജീസസ് കേവലം കുറേ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കലല്ല, നമ്മളെക്കാൾ അജീയരായി നിൽക്കുന്ന, നമ്മളെക്കാൾ പവർഫുള്ളായി നിൽക്കുന്ന വ്യക്തികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് ഒരു ദൈവ മനുഷ്യനെന്ന നിലയിൽ എൻ്റെ വിജയമെന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുണ്ട്. എനിക്ക് ഏലീശയെ പോലെ ഇരട്ടി പങ്ക് കൊതിക്കുന്ന ശിഷ്യന്മാരെ ഇഷ്ടമാണ്. എക്സ്ട്രാ ആകാൻ ആഗ്രഹിക്കുന്നവരോട് താല്പര്യമാണ്. അങ്ങനെയുള്ളവരോട് പ്രത്യേക അനുഭൂതിയാണ്. അവരുടെ ആ ഒരു വളരാനുള്ള ആ മനസ്സിനോട് പകർന്നു കൊടുക്കാൻ, ശ്രേഷ്ഠരായിത്തീരാൻ. ഇത് ആ ദേവദാസൻ്റെ കൈക്കിഴിന്ന് വന്നതാണ്.
അതിങ്ങനെ തന്നെ ശോഭിക്കും എന്നുള്ള നിലയിൽ പ്രയോജനപ്പെടുന്നതിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ദാഹം എനിക്ക് എൻ്റെ അകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ ദാഹിക്കുന്ന മനുഷ്യരെ കിട്ടുമ്പോൾ അവരോട് പറയും, ഇത് ചെയ്തു തുടങ്ങുക, ഇന്നു മുതൽ ഈ നിലയിൽ പെരുമാറി തുടങ്ങുക, ഈ നിലയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു തുടങ്ങുക. എന്തുകൊണ്ടാണ് ഒരു വാഹനം ഓടിക്കാൻ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ്? ആദ്യം അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മെല്ലെ അവർക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് വരാൻ വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. സ്റ്റിയറിംഗ് ബാലൻസ് ആയി കഴിയുമ്പോഴോ മെല്ലെ 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 ആ ബ്രേക്കും ആക്സിലേറ്ററും ക്ലച്ചും ഗിയറും എല്ലാം കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഒപ്പം ഇരുന്ന് ഫുൾ സീറ്റ് ഒന്ന് കൊടുക്കുന്നതിന് മുൻപ് നമുക്കൊരു ബോധ്യം വരും, എങ്ങും കൊണ്ട് ഇടിപ്പിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുപോകും. അങ്ങനൊരു ബോധ്യം വന്നു കഴിയുമ്പോൾ നമ്മളങ്ങ് ഹാൻഡ് ഓവർ ചെയ്യും, കൊണ്ടുപോകും. പിന്നെ ഓടി പരിശീലിച്ച് കഴിയുമ്പോഴോ തൊട്ടിപ്പുറത്തിരുന്ന് നമുക്ക് ദീർഘദൂര യാത്രകളിലൊന്ന് കണ്ണടച്ചൊന്ന് ഉറങ്ങാനുള്ള ധൈര്യം വരും. കാരണം നമുക്കറിയാം ഇത് നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകും. ഏത് കാര്യത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു കിടപ്പ്. എനിക്കറിയാമെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിലുള്ള ഏറ്റവും നല്ലൊരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ കുളവാക്കാൻ നിൽക്കരുത്. മനസ്സിലാക്കാൻ വിവരമുള്ളവരോട് ചോദിക്കണം. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു സുവർണാവസരം അത് മികച്ച നിലയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ ഈ മേഖലയിൽ നിന്നും മിടുമിടുക്കരായി തീർന്നവരോട് നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കണം. ചിലരെ സംബന്ധിച്ച് അവർക്ക് ആരെയും വിശ്വാസമില്ല. അയ്യോ, അവരും കാണും അറിഞ്ഞാൽ അത് പൊളിച്ചാലോ. പേടിക്കരുത്. ധൈര്യം വേണം. ജീവിതത്തിൽ ധൈര്യം വേണം. ഞാൻ വിശ്വസിക്കും മനുഷ്യനെ. ആ ധൈര്യം വേണം. ആ ധൈര്യത്തിൽ കാര്യങ്ങളെ ഏൽപ്പിക്കുക. കുറച്ച് പേർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഒരിക്കലും നിങ്ങളല്ലാതാകുന്നില്ല. വേറെ കുറച്ച് പേർ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ വിജയമൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. പേടിക്കരുത്. പരിഭ്രമിക്കാതെ നിന്നേ. ദൈവം നിന്നെ മാനിച്ചുയർത്താൻ പോവുക. ഇന്നത്തെ ഈ ഒരു ദൂതൻ്റെ നടുവിൽ സ്വന്തം ജീവിതത്തിൻ്റെ ലിമിറ്റഡ് ആയിരിക്കുന്ന മേഖലകളോട് സലാം പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് ഒന്ന് പുറത്തു വരാൻ എത്ര പേർ തയ്യാറാണ്? ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തോ ആണ്, പക്ഷെ ഇതല്ല നിങ്ങളാകേണ്ടത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ആ നിലയിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു കുതിച്ചു ചാട്ടത്തിന് ആക്കം കൂട്ടിത്തരിക എന്നുള്ളതാണ് ഇന്നത്തെ ദൂതിൻ്റെ ലക്ഷ്യം. ഈ ഒരു മെസ്സേജിൻ്റെ ഭാഗമായി നിലവിലുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തോ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ വളരണം. ജീസസ് ഇന്നലെ വൈകുന്നേരം ഞാനൊരു വ്യക്തിയുമായി സംസാരിച്ചു. അദ്ദേഹം വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഒരു 20 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കാണണം, നേടണം. എപ്പോഴും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ ഏതൊരു ചെറിയ യാത്രയ്ക്കും നിങ്ങൾക്കൊരു അത്യാവശ്യം 5 ലക്ഷം രൂപ മിനിമം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പെട്ടെന്ന് എടുക്കാൻ തക്കവണ്ണം ക്ഷീണമില്ലാത്ത നിലയിൽ നിങ്ങളുടെ ബിസിനസ് വലുതാകട്ടെ. അതെ, നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ളതായ ഒരു ഫ്ലോ തുറന്നു തരാൻ ദൈവത്തെ കൊണ്ട് പറ്റും. ലോകം വളരെ വിശാലമാണ് പ്രിയപ്പെട്ടവരെ. ഈ വിശാലമായ ലോകത്തിൽ ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് കിടന്ന് അലയ്ക്കുന്ന ചീവീടുകളെ പോലെ കിടന്ന് കിരിവിരി ഉണ്ടാക്കാതെ നിങ്ങൾ അല്പം കൂടെ ഇതിനെ ഒരു കഴുകൻ്റെ കണ്ണോടെ നോക്കി കണ്ടാട്ടെ. ദൈവം നിന്റെ മുമ്പിൽ സമൃദ്ധമായൊരു ജീവിതം വെച്ചിട്ടുണ്ട്. അത് വേറെ ആരും നിങ്ങൾക്ക് നേടിത്തരത്തില്ല. നിങ്ങളത് നേടാൻ ഇറങ്ങണം. നിങ്ങളത് നേടാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെ ദൈവം കൊണ്ടുവരും. നിങ്ങളത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ അതൊരിക്കലും യാഥാർത്ഥ്യമാകില്ല. നിങ്ങളതിനെ ചേസ് ചെയ്യാൻ എപ്പോൾ രംഗത്തിറങ്ങുന്നോ അപ്പോൾ മുതൽ അത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഓടാനുള്ള വഴികളെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഒതുങ്ങിക്കൂടരുത്. നിലവാരങ്ങൾ എന്നും ഒരേ നിലയിൽ നിൽക്കേണ്ടതല്ല. ഓരോ ദിവസവും അത് വിപുലീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഇന്നലത്തേതല്ല ഇന്ന് വരേണ്ടത്, ഇന്നത്തേതല്ല നാളെ വരേണ്ടത്. ഞാനിപ്പോൾ ജനിച്ചു, എനിക്ക് എൻ്റെ അമ്മ തരുന്ന അമ്മിഞ്ഞപ്പാലുണ്ട്, എനിക്കിത് മതി എന്നൊരു കുട്ടി തീരുമാനിച്ചാൽ അവൻ വളരുമോ? ഇല്ല. അമ്മിഞ്ഞപ്പാൽ പോഷകങ്ങൾ നിറഞ്ഞതാണ്. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ആഹാരമാണത്. പക്ഷേ അതുകൊണ്ട് ഒരു ജന്മം മുഴുവൻ കഴിച്ചുകൂടാൻ പറ്റത്തില്ല. അതിനൊരു നിശ്ചിത കാലപരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അത് മാറും. നീ അല്പം കൂടെ സോളിഡായിട്ടുള്ള ഫുഡുകളിലേക്ക് കയറേണ്ടതായിട്ട് വരും. ഏറ്റവും ഒടുവിൽ കടിച്ച് മുറിച്ച് ചവച്ചരച്ചിറക്കി നിനക്ക് വേണ്ടതെടുത്ത് നിൻ്റെ ഉശിരുള്ള ശരീരം വലുതാക്കുന്ന നിലയിലേക്ക് വ്യാപരിക്കപ്പെടേണ്ടതായിട്ട് വരും. എന്നാൽ ചിലർക്ക് പേടിയാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറുക്കുപാത്രം മാറ്റിവെക്കാൻ. ചിലർക്ക് ഭയമാണ് ആ കയ്യിലേക്ക് നിപ്പൂപ്പി മാറ്റിവെക്കാൻ.
പേടിക്കരുത്, മുന്നോട്ടേക്ക് ഇറങ്ങണം. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം നിന്നെ മാനിക്കും. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ദൈവം നിങ്ങളുടെ ലൈഫിനെ മാറ്റും. സമയം ഒത്തിരിയായി അല്ലേ? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളുടെ മുൻപിൽ തുറക്കപ്പെടുന്ന വിശാലമായ വഴിയുടെ വാതിലിൻ്റെ അനുഗ്രഹീത വാതായനങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ഇവർ കാണാത്ത നിലയിലുള്ള അവസരങ്ങൾ ഇവർക്ക് വേണ്ടി തുറന്നു വരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. റോൾ മോഡൽസായി ദൈവം ചിലരെ വെച്ചു കൊടുത്തിരിക്കുന്നു. അവരുടെ രീതികൾക്കനുസൃതമായി ഇന്ന് മുതൽ ഇവരുടെ ജീവിതം പെരുമാറിത്തുടങ്ങാൻ, ജീവിച്ചു തുടങ്ങാൻ ഇവർക്ക് കൃപ ചെയ്യണമേ. ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, അതങ്ങ് അനുസരിക്കുകയാണെന്ന്. പ്രവചന ദൂതിൽ യേശു എന്നോട് പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ വാക്ക് ഞാൻ അനുസരിക്കുകയാണ്. യേശു അത്ഭുതങ്ങളെ ചെയ്യും. നാഥ, അങ്ങയുടെ മക്കളെല്ലാവരും അനുഗ്രഹീതരായി തീരുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠവും ശക്തിയും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദൂത് കേട്ടവരാരും തോറ്റുപോകത്തില്ല. നിങ്ങളിത് കേട്ടെങ്കിൽ നിങ്ങളിത് കേൾക്കണമെന്നത് എന്നേക്കാൾ ഉപരി പരിശുദ്ധാത്മാവായിരുന്നു ആഗ്രഹിച്ചത്. അവിടുത്തെ ഉദ്ദേശം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതം വിശാലതയിലേക്ക് പണിയുന്ന ഒരു ഹെവൻലി ഫാക്ടറിയാണ് നമ്മുടെ ചർച്ച്. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് അതിൻ്റെ ആത്മീക ആരാധന നടക്കുന്നുണ്ട്. പക്ഷെ ആ ആരാധന മാത്രമല്ല സഭ. ആഴ്ചയിൽ 7 ദിനങ്ങളും സഭയുടെ എല്ലാ വിഭവങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. സ്നേഹത്തോടും ഒത്തിരി ആത്മാർത്ഥതയോടും നമ്മുടെ ആത്മീക കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെ കുടുംബമായിട്ട് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്കായിരിക്കും ഇന്നത്തെ ദൂതിലൂടെ ദൈവാത്മാവ് നിങ്ങളെ വിളിക്കുന്നത്. ഈ വിളി കേട്ടിട്ട് നിങ്ങൾ വരാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. ആയതുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണാവസരത്തോടെ എങ്ങനെ ഒരു മനുഷ്യൻ ബുദ്ധിപൂർവ്വം പെരുമാറുമോ, പ്രതികരിക്കുമോ, അത്തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ ചിന്ത, ആദർശം, സാമൂഹിക നില ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷെ ജീവിതം ഒന്ന് മാറി മറിയേണ്ടതായിട്ടുണ്ട്. നിന്റെ ലൈഫ് മാറ്റാൻ ദൈവം ഒരു പ്രവാചക സഭ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ മിനിസ്ട്രിയാണ് നടക്കുന്നത്. ഓരോ ശുശ്രൂഷയ്ക്ക് ശേഷവും വരുന്ന സകലമാന ആൾക്കാർക്കും വേണ്ടി വളരെ സമയമെടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോരാറുള്ളത്. അന്നത്തെ ദിവസം വേറെ പരിപാടികളൊന്നും പിടിക്കാറില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ദിനം. അതുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. സമൃദ്ധമായ ദൈവകൃപ നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.